മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത്. മാസപ്പടി കേസ് ഇഡി അന്വേഷണം മുൻ മന്ത്രി റിയാസിലേക്കും. ഇതോടുകൂടി തന്നെ പിണറായി വിജയൻ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. മകൾ മാത്രമല്ല, ഇനി മരുമകനും അഴിയെന്നും മുഹമ്മദ് റിയാസിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുമെന്നും വീണയുടെ അക്കൗണ്ടിൽ നിന്നും റിയാസിലേക്ക് പണം ഒഴുകിയോ റിയാസിന്റെ അക്കൗണ്ട് ഉൾപ്പെടെ തന്നെ ഇനി പരിശോധനയ്ക്ക് വിധേയമാക്കും. സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിലേക്ക് എത്തുകയാണ് എന്ന വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. വീണയാകട്ടെ, അതായത് വീണയുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഭർത്താവായ പി എ മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് വൻ തുകകൾ കൈമാറിയിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത്. CMRL നിന്ന് വീണയ്ക്ക് ലഭിച്ച പണം പിന്നീട് ആരുടെ എല്ലാം അക്കൗണ്ടിലേക്ക് ഒഴുകിയെന്നും അന്വേഷണത്തിന്റെ പ്രധാന ഭാഗമായി തന്നെ പറയുന്നു. അന്വേഷണ വിവരങ്ങൾ പ്രകാരം CMRL-ഉം എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പ്രധാനമായും 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ തന്നെയായിരുന്നു. അത് മാത്രമല്ല, 2020 ജൂൺ 15-നാണ് വീണയും പി എ മുഹമ്മദ് റിയാസും വിവാഹിതരായത്. 1 ലക്ഷം രൂപയുടെ മൂലധന നിക്ഷേപത്തിൽ 2014-15 കാലയളവിൽ വീണയുടെ പൂർണ്ണ ഉടമസ്ഥതയിൽ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആരംഭിക്കുകയും തുടർന്ന് 2017-19 സാമ്പത്തിക വർഷത്തിൽ അവിടെ കമ്പനി ഗണ്യമായ വരുമാനം നേടിയെന്നതാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ CMRL എക്സാലോജിക് പ്രതിമാസം 3 ലക്ഷം രൂപയും മാർക്കറ്റിംഗ് IT കൺസൾട്ടന്റായി തന്നെ വീണയെ നിയമിച്ചതായി തന്നെ പേരിൽ പ്രതിമാസം 5 ലക്ഷം രൂപയും നൽകിയെന്നതാണ് അന്വേഷണ രേഖയിലുള്ളത്. ഈ വരുമാനം അവിടെ ലഭിച്ചതിനു ശേഷം പണം എങ്ങനെയാണ് വിനിയോഗിച്ചതെന്നും ഇതെല്ലാം അക്കൗണ്ടിലേക്ക്, അതായത് ഏതെല്ലാം അക്കൗണ്ടിലേക്കാണ് ഈ പണം കൈമാറ്റം നടത്തിയതെന്നും ഇപ്പോൾ ഇ ഡി വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. ഇതിനിടെ തന്നെ ഇ ഡി നടത്തിയ റെയ്ഡിൽ മരവിപ്പിച്ച വീണയുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും അത് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ, അതായത് അതേസമയം കേസിലെ സാമ്പത്തിക ഇടപാടുകളുടെ സമഗ്ര ശൃംഖല കണ്ടെത്തിയതായി തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ, ഫണ്ട് കൈമാറ്റങ്ങൾ, ബന്ധപ്പെട്ട വ്യക്തിയുടെ സാമ്പത്തിക രേഖകൾ എന്നിവ വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അന്വേഷണത്തിന്റെ അന്വേഷണത്തെ തുടർന്നുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ പേരുകൾ, അത് മാത്രമല്ല കൂടുതൽ പേരുടെ മൊഴികൾ ഉൾപ്പെടെ തന്നെ, അത് അവരുടെ രേഖകൾ ഉൾപ്പെടെ തന്നെ പരിശോധനത്തിന് വിധേയമാക്കും. മാസപ്പടി കേസിൽ CMRL പ്രതിനിധികളുടെയും വീണയുടെയും മൊഴി പകർപ്പുകൾ വിശദമായി തന്നെ പരിശോധിക്കാനാണ് ഇ ഡി ഒരുങ്ങുന്നത്. അതേപോലെ തന്നെ അത് കുറ്റപത്രത്തിൽ, SFIയുടെ കുറ്റപത്രത്തിലാകട്ടെ അന്തിമ തീരുമാനം ഇനിയും വരാനിരിക്കെ തന്നെ കൂടുതൽ കരുതലോടെയാണ് ഇ ഡി നീങ്ങുന്നത്. അതേപോലെ തന്നെ SFIയുടെ കുറ്റപത്രത്തിലെ വിചാരണ നടപടികൾ ദില്ലി, കേരള ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായാൽ അത് കേസിന്റെ നിലനിൽപ്പിനെ തന്നെ കൂടുതൽ ബാധിക്കും. അതിനാൽ തന്നെ അവിടെ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം തുടരാനാണ് തീരുമാനം. ഇന്നലെ CMRL MD ശരൺ S കർത്തയെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിയെ 2 വട്ടവും ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ശരൺ S കർത്തയെ ഇടി വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നത്. എക്സാലോജിക് കമ്പനി CMRL-ന് വൻ തുക, അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ, എന്ത് സേവനത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പണം വീണയ്ക്ക് നൽകിയതെന്നും CMRL ഉടമകളും ഉദ്യോഗസ്ഥരും നൽകിയ മൊഴിയിൽ കൂടുതൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതാണ് ഇ ഡി വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വീണ്ടും വിളിപ്പിച്ചേക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.